ചില മനുഷ്യർ വിടവാങ്ങുമ്പോൾ നമ്മൾ വല്ലാണ്ട് ചിലപ്പോൾ വേദനിക്കാറുണ്ട്, കരയാറുണ്ട്. ദയവായി യാന്ത്രികമായ അനുശോചനക്കുറിപ്പുകളും അനുശോചന പ്രസംഗങ്ങളുമായി ഇതിനെ താരതമ്യം ചെയ്യരുത്. എന്നെക്കുറിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മേൽവിലാസം നിങ്ങളൊരു മനുഷ്യനാണ് എന്നതാണ് എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന എന്നെക്കുറിച്ചുള്ള ഒരു മേൽവിലാസം. ബാക്കി ഒന്നും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. ആ സ്വാഭാവിക മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക ഹൃദയവികാരമായിട്ട് വേണം ഞാൻ ഈ പറയുന്ന കാര്യത്തെ കാണാൻ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ചിലർ മരിച്ചാൽ നമ്മൾ കരയാറുണ്ട്. അവർ പ്രിയപ്പെട്ടവരാകുന്നത് നമുക്ക് ജന്മം നൽകിയ ഉപ്പ, ഉമ്മ, നമ്മുടെ സഹോദരങ്ങൾ, സഹോദരങ്ങളുടെ മക്കൾ, നമ്മുടെ കൂടെ ദീർഘകാലം പഠിച്ച സുഹൃത്തുക്കൾ, നമുക്കെല്ലാമായിരുന്ന ചിലർ, ഇങ്ങനെയൊക്കെയുള്ളവരാണ്. എന്നാൽ ഇങ്ങനെയൊന്നുമല്ലാത്ത ഒരാൾ ഈ കഴിഞ്ഞ ദിവസം ഒരു അപകടത്തിൽ മരണപ്പെട്ടപ്പോൾ ഒറ്റയ്ക്കൊരു ഇരുട്ടിൽ നിന്ന് കുറച്ചു നേരമെങ്കിലും ഞാൻ കരഞ്ഞു എന്നതാണൊരു സത്യം. അതെൻ്റെ ഒരു സ്വകാര്യ ദുഃഖമായിരിക്കട്ടെ എന്ന് വിചാരിച്ചെങ്കിലും അത്രമേൽ ആ മനുഷ്യനെക്കുറിച്ച് പറയണമെന്ന് എൻ്റെ മനസ്സ് നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ ലൈഫ് ടൈമിൽ ചിലപ്പോൾ ഒരു 7-8 തവണയിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ പേജിൽ ഞാൻ ആ മരണത്തെക്കുറിച്ച് കുറിച്ചിരുന്നു. ബാബു അണ്ണൻ എന്ന് പറയുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ ആ കുറിച്ച പേജിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷാ സൗന്ദര്യത്തിനോ വൈകാരികമായ എന്തെങ്കിലും സംഗതികൾ സൃഷ്ടിക്കുന്നതിനോ വേണ്ടിയല്ല. എൻ്റെ പച്ചയായ ഹൃദയം തുറന്നു വെച്ച് എഴുതിയതാണ്. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകൻ രഘുനന്ദനിലൂടെയായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കാണാൻ പോയി. അദ്ദേഹം ഒരു തയ്യൽ കട നടത്തുന്ന ആളാണ്. സാധാരണ തയ്യൽ കടക്കാർക്കുള്ള ഏറ്റവും വലിയ ഒരു അസ്വസ്ഥത നമ്മളൊരു സാധനം ചെറുതാക്കാൻ കൊണ്ടുചെല്ലുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗതി ഒന്ന് കുറയ്ക്കാൻ കൊണ്ടുചെല്ലുന്നൊന്നും അവർക്ക് ഇഷ്ടമല്ലാത്ത പറഞ്ഞാൽ മെനക്കേട് പണിയാണെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ മനുഷ്യൻ്റെ കട പ്രവർത്തിച്ചിരുന്നത് അതിനുവേണ്ടി മാത്രമായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കില്ലേ, മുഷിയില്ലെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനപ്പുറം പറഞ്ഞൊരു സംഗതി, സാറിന് അറിയാത്തൊരു കാര്യം, ചിലർക്ക് ചില വസ്ത്രങ്ങൾ വളരെ പ്രിയപ്പെട്ടതാണ്. ആ കളർ കണ്ടും ആ ഡിസൈൻ കണ്ടും എവിടെ നിന്നൊക്കെയോ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ്. ഇവിടെ കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ അത് ഇടുന്നതിന് അല്പം ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവരാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. അത് ശരിയാക്കി കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടു കൂടി ഇട്ടുകൊണ്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് ലഭിക്കുന്നൊരു സംതൃപ്തിയുണ്ട്. അതൊരു പ്രത്യേകമായ സംതൃപ്തിയാണ് എന്ന് അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു. ഞാൻ അന്നേരം മനസ്സിലോർത്തു, അങ്ങനെയും ചിന്തിക്കുന്ന മനുഷ്യരുണ്ടല്ലോ എന്ന്. പിന്നീട് അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ അദ്ദേഹത്തെ കാണുന്നില്ലെങ്കിലും റേഡിയോയിലും സാമൂഹ്യ മാധ്യമത്തിലും ഇങ്ങനെ തുടരെ എന്നെ കേൾക്കുന്ന ഒരാളാണെന്നാണ്. പിന്നെ പല സന്ദർഭങ്ങളിലും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പതിഞ്ഞ സ്വരത്തിൽ അദ്ദേഹം സംസാരിക്കും. ഞാൻ അനുഭവിക്കുന്ന ഒരു കംഫർട്ട് സോണുണ്ട്. അതൊരു വല്ലാത്ത കംഫർട്ട് സോണാണ്. പുള്ളിയോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു കംഫർട്ട് സോൺ. ഓർക്കണം, എൻ്റെ രക്തബന്ധുവല്ല, എൻ്റെ കൂടെ പഠിച്ച ആളല്ല, എൻ്റെ ജാതിയല്ല, എൻ്റെ മതമല്ല, എൻ്റെ അയൽവാസിയല്ല, ഞാൻ പരിചയപ്പെട്ട ഒരാളാണ്. അതൊരു പറഞ്ഞറിയിക്കാനാകാത്ത കംഫർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോയും ചെയ്തു. അന്ന് നിങ്ങൾ കുറച്ച് പേര് കണ്ടിട്ടുണ്ടാവും. ഞാനിപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൽ കമൻറ്റ് ബോക്സിലിടാം. ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോ ആണത്. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്ന സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ചില ആളുകളെയൊക്കെ കൊണ്ടുവന്നിരുത്തി വിവാദം വിറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയൊരു മനുഷ്യനെ എല്ലാവരും അറിയണം എന്ന് വിചാരിച്ചു. അവസാനം ഞാൻ അദ്ദേഹത്തെ പോയി കാണുമ്പോൾ ഒരു ചെറിയ അപകടം കഴിഞ്ഞ് പുള്ളിയെല്ലാം റിക്കവർ ചെയ്ത് സുഖമായി വന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, ബാബു അണ്ണ എന്നും പറഞ്ഞ് വിളിച്ച് കാര്യം പറയും. അപ്പോൾ അവസാനം ചെന്നപ്പോൾ കുറച്ച് സമയം ഞാൻ നിന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹവും എന്നോട് കുറേ നേരം സംസാരിച്ചു. പിന്നീടാണ് അപകടം പറ്റിയതും കോമ സ്റ്റേജിലേക്ക് പോയതും ഒക്കെ ഞാൻ അറിയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഓർത്തെന്തെന്നറിയുമോ, ഈ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന് മാത്രമേ അറിയുള്ളല്ലോ ഞങ്ങൾക്കിടയിലുള്ള ആത്മബന്ധത്തിൻ്റെ ആഴം. ഇനി അത് പറയാനും അറിയാനും ഒരാളില്ല. അവിടെ ഞങ്ങളിൽ നിന്ന് വേർപെട്ട് അടർന്നു പോകുന്ന ഇല പോലെ അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആ കരുതലിൻ്റെ മരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന ഒരു ഇല പോലെയായി ഞാൻ മാറിയല്ലോ എന്ന് ഞാൻ വെറുതെ ഓർത്തു. അപ്പോഴാണ് എനിക്ക് കൂടുതൽ സങ്കടം വന്നത്. ഇനി ഒരിക്കലും ആ മനുഷ്യൻ എന്നോട് സംസാരിക്കില്ലല്ലോ, ഇനി ഒരിക്കലും ബാബുണ്ണൻ എന്നോട് ഇതുവരെ സംസാരിച്ചോളൂ. അങ്ങനെയാണ് ഞാൻ പിറ്റേന്ന് വന്നിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ആ കുറിപ്പിട്ടത്. അതിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, അജയൻ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ പഠിച്ചവൻ, അവൻ ആ കമൻറ്റിൽ എഴുതിയിരുന്ന് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാണുമ്പോഴെല്ലാം അളിയാ നിൻ്റെ കാര്യം പറയല. ഞാൻ ആ മനുഷ്യനൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊരു ഉപകാരവും പുള്ളിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പുള്ളി എന്നോട് ചില കാര്യങ്ങൾ, സാമ്പത്തികമൊന്നുമല്ല കേട്ടോ, ചില പ്രയാസങ്ങൾ എന്നോട് പങ്കുവച്ചിരുന്നു. അതിനുപോലും ഞാൻ അന്ന് ശ്രമിച്ചിട്ട് യഥാർത്ഥത്തിൽ സഹായിച്ചു കൊടുക്കാൻ പറ്റിയില്ല. ഇനി പ്രവാസികളായ എന്നെ കേൾക്കുന്ന
കച്ചവടക്കാരോ സ്ഥാപനം നടത്തുന്നവരോ തൊഴിലുടമകളോ തൊഴിൽ നൽകാൻ കഴിയുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി എനിക്ക് കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ പേജിലുള്ള മെസ്സഞ്ചറിലോ അല്ലെങ്കിൽ ആരെങ്കിലും സുഹൃത്തുക്കൾ വഴിയോ ഒന്ന് ബന്ധപ്പെടണമെന്നൊരു അഭ്യർത്ഥനയുണ്ട് എനിക്ക്. അദ്ദേഹത്തിന് ചില വ്യക്തിപരമായ വേദനകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനിയെങ്കിലും അതിന് എനിക്ക് സഹായിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്ത. ഇനി എനിക്ക് വേറൊന്നും അദ്ദേഹത്തിനോട് ചെയ്യാനില്ല. പക്ഷേ ഏതായാലും അത് പറയണം എന്ന് 2-3 ദിവസമായി മനസ്സെന്നോട് ഇങ്ങനെ തുടർച്ചയായി പറയുക. എനിക്ക് എന്തൊക്കെയോ ആയിരുന്നു പുള്ളി. ഇത്രയും ദിവസങ്ങളുടെ അല്ലെങ്കിൽ ഇത്രയും കൂടിക്കാഴ്ച എല്ലാം കൂടെ ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ കഷ്ടിച്ച് 2 മണിക്കൂറായിരിക്കും ഈ എൻ്റെ കൂടിക്കാഴ്ചയിലൂടെങ്കിലും. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ മനുഷ്യരായിരുന്നു നമ്മൾ. ചില വലിയ ആളുകളെയൊക്കെ വേദിയിലിരുത്തി പറയുമല്ലോ, ഇതുപോലൊരു നേതാവില്ല, ഇനി ഒരാൾ വരാനില്ല, അതിൻ്റെ ഒരു ശൂന്യത എന്നൊക്കെ. അതൊക്കെ മറ്റു പലതും ആഗ്രഹിച്ച് ഉദ്ദേശിച്ചുമായിരിക്കും. ഞങ്ങൾക്കിടയിൽ അങ്ങനെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ഒന്നുമില്ലായിരുന്നു. അങ്ങനെ ബാബുണ്ണൻ പോയി. ഇതുപോലുള്ള കുറേ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് കേട്ടോ, ഇനിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ വിധിയാണ് നമുക്ക് ഓരോരുത്തരെ കൊണ്ട് തരുന്നത്. പല സ്ഥലത്തും ഇങ്ങനെ ആളുകളുണ്ട്. ഞാൻ കുഞ്ഞു മുഹമ്മദ് എന്ന് പറയുന്ന ഞാൻ പരിചയപ്പെട്ട ഒരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടത്തുന്ന ഒരാൾ, സുഹൃത്ത്, ഇതുപോലെ പരിചയപ്പെട്ടത് ആത്മമിത്രമായി മാറിയ ഒരാളാണ്. പുള്ളി ഈ തിരക്കിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് പുള്ളിയുടെ നാട്ടിലേക്ക് പോയി ഗ്രാമത്തിൽ ചെന്ന് ഇതുപോലെ ചില മനുഷ്യരുമായിരിക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ സത്യത്തിൽ അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് കൊതി തോന്നിപ്പോകുന്നത്. ബാക്കിയൊക്കെ എന്താ, യാന്ത്രികമല്ലേ? യാന്ത്രികം. എന്ത് ഓടിയിട്ട്, എന്ത് പിടിച്ചിട്ട്, എന്ത് വാരി പിടിച്ച്, എവിടെ ഈ വാരി പിടിച്ചവരെല്ലാം? ഒന്നുമില്ല. ബാബുണ്ണന് പ്രാർത്ഥനകൾ.